സംശയങ്ങൾ നമ്മൾ മാക്സിമം കഴിയുന്ന രീതിയിലൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ അവസാനം കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുവിധം ആളുകളൊക്കെ ഗ്രാജുവേറ്റ്സ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക് ഒക്കെ കഴിഞ്ഞ സിവിൽ എഞ്ചിനീയേഴ്സോ അതല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഫസാഡ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറയാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം അവസാനം വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലും പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഗ്രാജുവേറ്റ്സ് ആയ ആളുകളോടൊരു ജസ്റ്റ് നിങ്ങൾ സ്വയം ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ സ്വയം നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു കാര്യം ഞാൻ സംസാരിക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒന്നുകിൽ എക്സാം കഴിഞ്ഞിരിക്കുന്നവർ, അതല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിൻ്റെ സമയത്തായിരിക്കുന്നവർ, ആ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ കോഴ്സ് അത് സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്താകുമെന്നാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്തായിരിക്കും നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ? എവിടെ ആയിരിക്കും? ഏത് ജോലി ആയിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക? ചിലർക്കൊക്കെ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഇന്ന ജോലിയിലേക്കാവണം, അതല്ലെങ്കിൽ ഇന്ന ഒരു കരിയർ സെലക്ട് ചെയ്യണം, ഇന്ന ഒരു രീതിയിൽ ബാക്കി ഭാഗങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഇന്ന കോഴ്സ് എടുക്കണം, ഇന്ന ജോബിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള പല ആളുകളുണ്ടാവും. കുറെ ആളുകൾക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. കുറെ ആളുകൾക്ക് ഓക്കെ സിവിലോ അതല്ലെങ്കിൽ മെക്കാനിക്കലോ കഴിഞ്ഞിട്ട് ഏതാണ് ആപ്റ്റാന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വല്ല ഐഡിയ ഉണ്ടോ എന്നതാണ് ഞാനിപ്പോൾ നിങ്ങളോട് വെറുതെ ചോദിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആൻസറുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പം ഇനി ഞാൻ മറ്റൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോവാണ്. അതായത് ആഫ്റ്റർ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പൊതുവിൽ നമ്മുടെ നാട്ടിൽ എന്താണ് സ്റ്റുഡൻസും അതല്ലെങ്കിൽ ആ ഒരു ഗ്രാജുവേറ്റ്സ് ഒക്കെ എങ്ങോട്ടാണ് പോകാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളെ കൂടെ പഠിച്ച അതല്ലെങ്കിൽ നിങ്ങളെ സീനിയേഴ്സ് ആയിട്ട് പഠിച്ച ആളുകളൊക്കെ ഇപ്പോൾ അവർ ഒരു വർഷം കഴിഞ്ഞവരോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞവരൊക്കെ ആയിരിക്കും. അവരൊക്കെ ഇപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവരൊക്കെ എന്തൊരു മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ സിവിൽ കഴിഞ്ഞിട്ട് ഏത് രീതിയിലാണ് അവർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് അവരോടൊന്ന് ചോദിച്ചറിയാം. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയിടത്തോളം കുറേ ആളുകൾ എന്തായിരിക്കും ഇപ്പോൾ വല്ല സൈറ്റ് സൂപ്പർവൈസറൊക്കെ ആയിട്ടായിരിക്കും. അതല്ലെങ്കിൽ ചില ആളുകളെ ഇപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടിരിക്കും, സിവിലോ അതല്ലെങ്കിൽ മെക്കാനിക്കലൊക്കെ കഴിഞ്ഞിട്ട് അത്തരം കമ്പനികളിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. വേറെ കുറച്ച് ആളുകൾ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് സൈറ്റുകളിൽ കൺസ്ട്രക്ഷൻ കമ്പനികളിലും കോൺട്രാക്ടിങ് കമ്പനികളിലൊക്കെ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻ്റ് ആയിട്ട്, മെക്കാനിക്കലൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻ്റ്, വലിയ എഞ്ചിനീയേഴ്സിൻ്റെ എന്താ പറയുക ബാക്കിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയൽ അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടായിരിക്കും ഇത് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടത്. മെജോറിറ്റി ഓഫ് ആളുകളും സ്റ്റുഡൻസും സിവിൽ കഴിഞ്ഞ മെക്കാനിക്കൽ കഴിഞ്ഞ മെജോറിറ്റി ആ സ്റ്റുഡൻസും ഇപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പൊതുവിൽ കിട്ടാവുന്ന സാലറി മാക്സിമം ഒരു 10,000 ഒക്കെയാണ്. ഇപ്പോൾ ഒരു സൈറ്റ് സൂപ്പർവൈസർക്കോ ഒരു ഡ്രാഫ്റ്റ്സ്മാൻക്കോ ഒരു ആർക്കിടെക്റ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡ്രാഫ്റ്റ്സ്മാനൊക്കെ മാക്സിമം കിട്ടാവുന്ന സാലറി പറഞ്ഞാൽ 10,000 ആയിരിക്കും, അല്ലെങ്കിൽ 7,000 6,000 ഒരു ഫ്രഷർ എന്നുള്ള രീതിയിലുള്ള സാലറി ആയിരിക്കും അവരൊക്കെ വാങ്ങുന്നുണ്ടാവുക. പക്ഷെ അവർക്ക് എന്തായിരിക്കും, ഒരു ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും. അവർ കാര്യമായിട്ട് വലിയ സ്കില്ലും അതല്ലെങ്കിൽ മറ്റ് മേഖലകളെ കുറിച്ച് ഉള്ള അവബോധം ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും പോകാതെ ലിമിറ്റഡ് ആയിട്ട് ഗ്രോത്ത് ആയിട്ട് അതിൽ തന്നെ ചെറിയ സാലറിയിൽ ഇങ്ങനെ റെപ്പിറ്റീഷൻ ആയിട്ടുള്ള വർക്ക്, സ്ഥിരമായിട്ട് ഒരേ വർക്ക് തന്നെ ചെയ്തിട്ട് കരിയറിൽ ഒരു ഗ്രോത്ത് ഒന്നും ഇല്ലാതെ നിൽക്കുന്നവരാണ് മാക്സിമം മെജോറിറ്റി
കഴിഞ്ഞ നിങ്ങൾ ചുറ്റുപാടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനും ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ ആളുകളെ ഈ ഒരു തരത്തിലേക്ക് ബിടെക് കഴിഞ്ഞ അതല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസിൽ ഒരു 80% ആളുകളും ചെറിയ സാലറിയിലും ചെറിയ ശമ്പളത്തിലും അതല്ലെങ്കിൽ ചെറിയ വർക്കുകളിൽ അസിസ്റ്റന്റ് ആയിട്ടോ ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു ഇത് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിടണം. അതിൽ ഒന്നാമത്തെ കാരണം നോ അവയർനെസ് ഓഫ് ഗ്ലോബൽ കരിയർ ഓപ്ഷൻസ്. അതായത് വേൾഡ് തലത്തിൽ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞ സ്റ്റുഡൻസിന് വ്യത്യസ്തമായ പല കരിയറും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം അവർക്ക് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതായത് നമ്മൾ സാധാരണ ടിപ്പിക്കലായിട്ട് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാവാറ് സിവിൽ കഴിഞ്ഞാൽ പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ആവുക, അതല്ലെങ്കിൽ സൂപ്പർവൈസർ ആവുക, ഇത്തരം 80% ആളുകളും അതല്ലെങ്കിൽ വേറെ മേഖലയിലേക്ക് പോവുക, ബിസിനസ്സിലേക്ക് പോവുക, അതല്ലെങ്കിൽ വേറെ ജോലിയിലേക്ക് പോവുക, അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാൽ വലിയൊരു രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി സിവിലും മെക്കാനിക്കലൊക്കെ കഴിഞ്ഞ സ്റ്റുഡൻസിന് ഉണ്ട് ഗ്ലോബലി, വേൾഡ് തലത്തിൽ. അത് മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, നോ ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ട്രെയിനിങ്. അവർക്കൊരു ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്നതോ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വ്യത്യസ്തമായ മേഖലയിൽ ഒരു ട്രെയിനിങ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആകെ കിട്ടുന്ന ഓൺലി തിയററ്റിക്കൽ നോളജ്. തിയററ്റിക്കലായിട്ട് അവർ പഠിച്ചിറങ്ങിയ ആ ഒരു സിലബസിലുള്ള കാര്യങ്ങളും അവിടെ സിലബസിൽ പഠിച്ച കാര്യങ്ങളും മാത്രം, തിയററ്റിക്കലായിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ സ്കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു എക്സ്ട്രാ എന്തില്ല വേറൊരു രീതിയിലുള്ള ജോലിയും അതായത് സ്കിൽ ബേസ്ഡ് ജോലിയിലേക്കൊന്നും അവർക്ക് പോകാൻ പറ്റുന്നില്ല. അതവരെ കാരണം എന്താ, അവര് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു മാർഗത്തിൽ തന്നെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് അവർ പഠിക്കണില്ല എന്നുള്ളതാണ്. ഇപ്പോ അതായത് നമ്മുടെ നാട്ടിലെന്നല്ല വേൾഡ് തലത്തിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് ഡിപ്ലോമ കഴിഞ്ഞ അതിൽ ബിടെക് കഴിഞ്ഞ സ്റ്റുഡൻസ് ഇഷ്ടം പോലെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവരിൽ നിന്നും കോമ്പറ്റിറ്റീവായിട്ട് എന്ത് നമ്മളെ കഴിവുണ്ട്, നമുക്കൊരു എക്സ്ട്രാ സ്കില്ല് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. എല്ലാവരും ഒരേപോലെ പഠിച്ചിറങ്ങുന്ന ഒരു ഇതിൽ നമ്മൾ മാത്രം വ്യത്യസ്തമാവണം എന്തിനാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ വെറും ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഡിഗ്രി പറഞ്ഞാൽ എല്ലാവർക്കും, അല്ലെങ്കിൽ അതായത് ഒരു ഗ്രാജുവേഷൻ, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അതല്ലാതെ അതൊരു അടിസ്ഥാന യോഗ്യതയായിട്ട് ഇപ്പോൾ പല കമ്പനികളും കാണുന്നില്ല. കാരണം അത്രയും കാൻഡിഡേറ്റ്സ് ആണ് ഓരോ വർഷവും, തൗസൻഡ്സ് ഓഫ് ഗ്രാജുവേറ്റ്സ് എൻറ്ററിങ് ദ മാർക്കറ്റ് എവരി ഇയർ. കുറെ ആളുകളാണ് എന്ത് ചെയ്യണത്, ഓരോ വർഷവും ഈ മേഖലയിൽ അതല്ലെങ്കിൽ സിവില് ഡിപ്ലോമ ബിടെക് ഒക്കെ കഴിഞ്ഞവരായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്പനികൾക്ക് അവരെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും സ്കില്ല് വേണം. കമ്പനീസ് ഡോണ്ട് ഹയർ ബേസ്ഡ് ഓൺ ദി സർട്ടിഫിക്കറ്റ്. കമ്പനി ജസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ മാത്രം വ്യവസ്ഥയിൽ ഒരു ആളെയും ജോലിക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും എന്ത് ചെയ്യുക, എക്സ്ട്രാ സ്കില്ല് കാണുന്നവരെ അതല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ആ ഒരു കാൻഡിഡേറ്റിനെ, ആ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ, ആ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് ഉള്ളവരെ മാത്രമേ കമ്പനികൾ ഹയർ ചെയ്യുള്ളൂ. ദേ ഹയർ ബേസ്ഡ് ഓൺ ദ സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസും സ്കില്ലും ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ മാത്രമേ എന്ത് ചെയ്യണുള്ളൂ, കമ്പനികൾ ഹയർ ചെയ്യണുള്ളൂ. അപ്പൊ അങ്ങനെ ഇത്തരം എക്സ്ട്രാ സ്കില്ലുകളും എക്സ്പീരിയൻസും ആവുന്ന കുറേ മേഖലകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും കുട്ടികൾ അറിയുന്നില്ല. സ്റ്റുഡൻസ് ഇത് കഴിഞ്ഞവർ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അവർക്ക് അതുപോലുള്ള, ഇപ്പോ ഞാൻ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ മാത്രമല്ല പറയുന്നത്, കുറെ കോഴ്സുകൾ ഉണ്ട് ഇതുപോലെ എക്സ്ട്രാ സ്കില്ല് അറിയാത്തതിന്റെ പേരിൽ കമ്പനികൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ കിട്ടാത്ത കുറെ കോഴ്സുകളുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു മേഖലയെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഫസാഡ് എഞ്ചിനീയർ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചിലർക്കൊക്കെ കുറഞ്ഞ രീതിയിൽ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ ഫസാഡ് എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള കുറഞ്ഞ ഭാഗങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. എന്താണ് ഫസാഡ്? വാട്ട് ഈസ് ഫസാഡ്? ഫസാഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് ഫസാഡ് എന്നാണ്. ഫസാഡ് എന്ന് പറഞ്ഞാൽ
the facade, the exterior face of front wall of building, acting the primary protective skin and aesthetic design focused element. അതായത് ഫസാഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിനെയാണ്, അതായത് എക്സ്റ്റീരിയറിനെ, ആ ബിൽഡിങ്ങിന്റെ ഫേസിനെയാണ് നമ്മൾ ഫസാഡ് എന്ന് പറയുന്നത്. എല്ലാ ബിൽഡിങ്ങിനും ഒരു ഫ്രണ്ട് എലിവേഷൻ ഉണ്ടാവും, ഒരു ഫ്രണ്ട് ഫേസ് ഉണ്ടാവും, അതല്ലെങ്കിൽ അതിന്റെ ഒരു പുറം ചട്ട, മൊത്തത്തിലുള്ള സ്കിന്ന്, ഇതിനെ നമ്മൾ ഫസാഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഫസാഡ് അത് വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ മേഖലയാണ്, ഫസാഡ് ഇൻഡസ്ട്രിയാണ് ഫസാഡ് എഞ്ചിനീയറിംഗ്. അതായത് നമ്മൾ കേവലമായിട്ടുള്ള കേരളത്തിലുള്ള ചെറിയ ചെറിയ ബിൽഡിങ്ങിന്റെ ആ ഒരു രീതിയിലൊന്നും നമ്മൾ ഇത് കാണരുത്. ഇത് ഗ്ലോബലി ആയിട്ട്, വേൾഡ് വൈഡ് ആയിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറും. ഞാൻ ഈ സൈഡിൽ കൊടുത്ത ഫോട്ടോ കണ്ടില്ലേ, ബുർജ് ഖലീഫാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ. ഈ ബുർജ് ഖലീഫന്റെ ഒക്കെ ഒരു സ്ട്രക്ചറും, അതല്ലെങ്കിൽ വേൾഡില്, ഗൾഫ് രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെ, അമേരിക്കയിലൊക്കെ ഉള്ള വലിയ വലിയ ബിൽഡിങ്ങുകള്, ഹോസ്പിറ്റലുകള്, പ്രൊജക്റ്റുകള്, റിസോർട്ടുകള്, ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫസാഡ്. ആ ഫസാഡിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് മെയിനായിട്ട്. ഫസാഡിന്റെ ഫ്രണ്ട് എലിവേഷനുകളെ, ഗ്ലാസിന്റെ വർക്ക്, അലുമിനിയത്തിന്റെ വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസാഡ് എഞ്ചിനീയറെ മെയിൻ റോള്. അപ്പോൾ അതിൽ നമ്മൾ എത്രത്തോളം എന്നുള്ളതാണ് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളത്. അതായത് സ്കോപ്പ്, ഒരു ഫസാഡ് എഞ്ചിനീയറുടെ സ്കോപ്പ്, ഒരു കേവലമായ ഒരു ചെറിയ വിൻഡോ, അലുമിനിയം വിൻഡോ മുതൽ, കാരണം ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ സ്കിന്നുമായി ബന്ധപ്പെട്ട സാധനമാണ് വിൻഡോ മുതൽ ഒരു മിഡ് ബിൽഡിങ് ഫുള്ള് ഗ്ലാസ് കൊണ്ടും അലുമിനിയം കൊണ്ടൊക്കെ. അപ്പൊ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കൺസ്ട്രക്ഷൻ രംഗത്ത് കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് അലുമിനിയവും ഗ്ലാസ്സൊക്കെ. അവിടെ കോൺക്രീറ്റുകളും ഇതൊക്കെ സ്ട്രക്ചറിനൊക്കെയാണ് ഉപയോഗിക്കല്. പൊതുവിൽ പുറത്ത് കവറിങ്ങിന് ഉപയോഗിക്കല്. നമ്മളവിടെ പോലെ പ്ലാസ്റ്ററിങ്ങോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയലുകളൊക്കെ വളരെ കുറവാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന് കുറെ പ്രത്യേകതകളുണ്ട് അലുമിനിയത്തിനും ഗ്ലാസിനും. മറ്റ് സിമെന്റിനെ അപേക്ഷിച്ച് ഡ്യൂറബിലിറ്റി, അങ്ങനെ കുറെ എഫിഷ്യൻസി ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഈ അലുമിനിയം. അതുകൊണ്ടാണ് മോഡേൺ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഗ്ലാസും അലുമിനിയവും ധാരാളമായി യൂസ് ചെയ്യുന്നത്. നമ്മളെ ഏത് വികസിത രാജ്യങ്ങളും വലിയ വലിയ ടൗണുകളൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ മൊത്തത്തിൽ, ഇപ്പൊ ദുബായ് ആയാലും യൂറോപ്പായാലും, യൂറോപ്പിലുള്ള ലണ്ടൻ, അങ്ങനെയുള്ള ഫ്രാൻസ്, പാരീസ്, ഇങ്ങനെയുള്ള നഗരങ്ങളിൽ, അതുപോലെ ഗൾഫ് നാടുകളിൽ സൗദി, ഖത്തർ, പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങൾ, ടൗണുകളിലുള്ള മെട്രോ നഗരങ്ങളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഗ്ലാസ്സുകളായിട്ടായിരിക്കും. ഗ്ലാസ്, അലുമിനിയം പോലുള്ള മെറ്റീരിയലുകളിൽ ഉണ്ടാക്കുന്ന ഗ്ലാസ്. അതാണ് ഞാനിപ്പോൾ അവസാനം കാണിച്ച ഈ ഫോട്ടോയിലുള്ള ബിൽഡിംഗ് ഒരു എക്സാമ്പിളാണ്. ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ ചെറിയ രണ്ടാമത്തെ ഫോട്ടോയിലുള്ള ചെറിയ ബിൽഡിങ്ങുകൾ എല്ലാം ഗ്ലാസും അലുമിനിയവും മിക്സ് ചെയ്തുകൊണ്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയാണ് പല രാജ്യങ്ങളിലും, പിന്നെ ഇന്ത്യയിലുള്ള മെട്രോ നഗരങ്ങളിലൊക്കെ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ സ്കോപ്പ്. ഈ ഒരു വർക്ക് ചെയ്യുന്ന മേഖലയാണ് ഫസാഡ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഫസാഡ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിന്റെ ഡ്രോയിങ് ചെയ്യുക, ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള മെഷർമെന്റ് കാര്യങ്ങൾ, അതിന്റെ ഫാബ്രിക്കേഷൻ ഡ്രോയിങ്ങുകൾ, അതിന്റെ അപ്രൂവൽ ഡ്രോയിങ്ങുകൾ, അതിന്റെ ഡോക്യുമെന്റുകൾ, ഇതൊക്കെ തയ്യാറാക്കുന്ന ആളാണ് ഫസാഡ് എഞ്ചിനീയർ. അപ്പോൾ ഇതിലുള്ള ഒരു മെയിൻ എലമെന്റ്സുകളാണ് ഫസാഡ് എഞ്ചിനീയർ ഉണ്ടാക്കുന്ന മെയിൻ എലമെന്റ്സുകൾ. വിൻഡോസ് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഫസാഡ് എലിമെന്റ് ആണ്. അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഡോർസ്, പിന്നെ കർട്ടൻ വാൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്ലാസുകൾ കൊണ്ട് ബിൽഡിങ്ങിന്റെ വാളുകൾ നിർമ്മിക്കുന്നതിനാണ് കർട്ടൻ വാൾ എന്ന് പറയുന്നത്. പിന്നെ അലുമിനിയം ക്ലാഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ACP ക്ലാഡിങ്, അതല്ലെങ്കിൽ അലുമിനിയം ഷീറ്റിന്റെ ക്ലാഡിങ്, പിന്നെ പ്രത്യേക എന്താ പറയാ, അലുമിനിയം കൊണ്ടും ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ക്ലാഡിങ്ങൾ, ഇതൊക്കെ ഫസാഡ് എഞ്ചിനീയർ ചെയ്യുന്ന വർക്കുകളാണ്. അതുപോലെയാണ് സ്കൈലൈറ്റ്, പിന്നെ റൂഫ് ഗ്ലേസിങ്. സ്കൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ട് നമ്മൾ മാളിന്റെ ഒക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന റൂഫിനെയാണ് റൂഫ് ഗ്ലേസിങ്, സ്കൈലൈറ്റ് എന്നൊക്കെ പറയും. അതുപോലെ ഡെക്കറേറ്റീവ് എലമെന്റുകളായിട്ടുള്ള ഫിന്ന്, ലൂറ്, ഗ്രില്ല്, ഇതൊക്കെ ഓരോ ആർക്കിടെക്ചറൽ എലമെന്റ്സ് ആണ്. പിന്നെ വിൻഡോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ബേ പ്രൊജക്ഷൻസ്, ഇങ്ങനെ ഗ്ലാസുകൾ കൊണ്ടും ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒബ്ജക്റ്റുകളൊക്കെ ഫസാഡ് എഞ്ചിനീയറിന്റെ ഒരു സ്കോപ്പിൽ വരുന്ന വ്യത്യസ്തമായ സംഗതികൾ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഫസാഡ് എഞ്ചിനീയർ ഉണ്ടാക്കുന്ന എലമെന്റുകളിൽപ്പെട്ട ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ഫസാഡ് എക്സ് അക്കാഡമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത്.
ഇത് സൗദിയിലുള്ള സൗദി അറേബ്യയിലുള്ള പ്രൈം ബിസിനസ് റിസോർട്ട്, സൗദി അറേബ്യയിലുള്ള റിയാദിലുള്ള പ്രൈം ബിസിനസ് റിസോർട്ട് എന്നുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. ഏകദേശം ഇതുപോലെ 50ഓളം ബിൽഡിങ്ങുകളുള്ള, വ്യത്യസ്തമായ ഷേപ്പിലുള്ള 50ഓളം ബിൽഡിങ്ങുകളുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിലെ ഒരു ബിൽഡിംഗ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊരു ആർക്കിടെക്ചറൽ മോഡലാണ്. അതായത് ഒരു ആർക്കിടെക്റ്റ് ആ ബിൽഡിംഗ് എങ്ങനെ വേണമെന്നുള്ളതിന്റെ മോഡൽ ചെയ്ത ഒരു റിവിറ്റ് ഫയലിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഭാഗങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളത് എന്താ പറയാ, ഫസാഡ് വർക്കുകളാണ്. ഗ്ലാസിന്റെയും അലുമിനിയന്റെയും മിക്സ് ആയിട്ടുള്ള ഫസാഡ് വർക്കുകളാണ്. ഇതൊക്കെയാണ് ഒരു പ്രധാനമായിട്ട് ഒരു ഫസാഡ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന ഭാഗങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ഈ പ്രൊജക്റ്റുകളിൽ എങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ചെറിയ സാമ്പിളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് അതിന്റെ ഒരു എലിവേഷൻ ആണ്. ആ ഫസാഡ് വർക്കിന്റെ സ്കോപ്പ് ലൈറ്റിംഗ് ബ്ലൂ കളറിൽ, ഗ്രേ കളറിൽ കാണുന്നതാണ് നമ്മളെ ഗ്ലാസിന്റെ വർക്കുകൾ. അപ്പൊ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഫസാഡ് വർക്ക്. അപ്പൊ ഇത് നമ്മളൊരു എലിവേഷൻ വ്യൂ ആയിട്ട്, ഇതിന്റെ ഒരു ഷോപ്പ് ഡ്രോയിങ് എന്ന് പറയും. ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൺസൾട്ടന്റിന് വേണ്ടി അപ്രൂവലിന് വേണ്ടി ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് ഇത്. നമ്മളൊരു ഫസാഡ് എഞ്ചിനീയർ ആണ് ഈ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യല്. അപ്പൊ ഇതിന്റെ ഒരു ഫ്രണ്ട് എലിവേഷൻ ആണിത്. അതുപോലെ അതിന്റെ ഒരു ഷെഡ്യൂൾ എലിവേഷൻ എന്ന് പറയും. ഓരോ ഭാഗങ്ങളെ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ, ഇതിന്റെ താഴെ കാണുന്നത് അതിന്റെ പ്ലാൻ ആണ്, ഇത് അതിന്റെ സെക്ഷൻ ആണ്, ഇത് അതിന്റെ എലിവേഷൻ വ്യൂ ആണ്. അപ്പൊ ഈ ഒരു വ്യത്യസ്തമായ പ്ലാനിൽ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഡ്രോയിങ്ങിൽ കാണിച്ചിട്ടുള്ളത്. ഇത് ഒരു ഫസാഡ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അത് ഡീറ്റെയിൽ ഓരോ വർക്ക് ചെയ്തതിൻ്റെയും ഓരോ ഭാഗങ്ങൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ആ ഭാഗത്തെ ആ ഗ്ലാസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഡീറ്റെയിൽ ഡ്രോയിങ്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫസാഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഒരു എലിവേഷൻ ഡ്രോയിങ് ഉണ്ടാവും, പിന്നെ ഒരു ഷെഡ്യൂൾ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്ടായിട്ടുള്ള ഡ്രോയിങ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് ഉണ്ടാവും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫസാഡ് എഞ്ചിനീയറുടെ ഒരു ഡ്രോയിങ്ങിന്റെ ഒരു ബേസിക് മോഡൽ. അത് ഫസാഡ് എഞ്ചിനീയറിംഗ് എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു 2 സ്ക്രീൻഷോട്ട് അതിൽ വെച്ചതാണ്. ഇനി അടുത്തത് ഫസാഡ് എഞ്ചിനീയറുടെ ഡിമാൻഡ്സ് ആണ്, ഗ്ലോബൽ ആയിട്ടുള്ള. അതായത് വേൾഡ് തലത്തിൽ ഫസാഡ് എഞ്ചിനീയർമാർക്ക് എന്തൊക്കെ ഡിമാൻഡ്. ഒന്നായിട്ട് മെയിൻ ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ ഹ്യൂജ് ഡിമാൻഡ് ഇൻ മിഡിൽ ഈസ്റ്റ്. അതായത് സൗദി, UAE, ഖത്തർ പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം ഇപ്പം മിഡിൽ ഈസ്റ്റ് ഭയങ്കര വികസനമായിട്ട് ഭയങ്കരമായിട്ട് കുതിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ഒക്കെ ഉള്ള ഒരു സമയമാണ്. കുറെ പ്രൊജക്റ്റുകൾ ഇപ്പൊ സൗദിയിലാണെങ്കിൽ നിയോം എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്, അതുപോലെ കിദ്ദിയ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്, റെഡ് സീ പ്രൊജക്റ്റ്, ഇങ്ങനെയുള്ള ലൈൻ പ്രൊജക്റ്റ്, ഇങ്ങനെ വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെയാണ് സൗദിയിലൊക്കെ നടക്കുന്നത്. അതൊക്കെ കംപ്ലീറ്റ്ലി ഫസാഡ് ഓറിയന്റഡ് പ്രൊജക്റ്റുകളാണ്. അതിലൊക്കെ വളരെ കുറെ ഡിമാൻഡ് ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റി ഫസാഡ് എഞ്ചിനീയർമാർക്ക് ഉണ്ട്. പക്ഷേ ഇതെന്താണ്, സ്റ്റോറി ട്രെയിൻഡ് ഫസാഡ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോർട്ടേജ് ഓഫ് ട്രെയിനഡ് ഫസാഡ് പ്രൊഫഷണൽസ്. ഫസാഡ് പ്രൊഫഷണൽസിന്റെ വളരെ വലിയ ഷോർട്ടേജ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. പ്ലസ് ഇന്ത്യയിലുള്ള പല മെട്രോ സ്മാർട്ട് സിറ്റീസിലൊക്കെ വലിയ വലിയ ഫസാഡ് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ വലിയ രീതിയിൽ അടുത്ത 5 വർഷത്തിൽ ആയിരക്കണക്കിന് ഓപ്പണിങ്സ് ആണ് ഫസാഡ് എഞ്ചിനീയേഴ്സിന് വരുന്നതെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കംപ്ലീറ്റ്ലി സിമെന്റും ഇതൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ്ലി പ്രൊജക്റ്റുകളൊക്കെ ഇപ്പോൾ ഫസാഡ് എഞ്ചിനീയറിലേക്ക് മാറിയിട്ടുണ്ട്. ഗ്ലാസും ഇതൊക്കെ. ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാലിക്കറ്റ് ബേസ് ചെയ്ത് വരുന്ന വേൾഡ് ട്രേഡ് സെന്റർ ഹൈലൈറ്റിന്റെ പ്രൊജക്റ്റ് ആണ് അത്. അതുപോലെ കാലിക്കറ്റ് ബേസ് ചെയ്ത് വരുന്ന ഒരു ഇന്റർനാഷണൽ റിസോർട്ട് ഉണ്ട്, തുള എന്ന് പറഞ്ഞിട്ടുള്ള, അതിന്റെ ഭാഗങ്ങൾ. അതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ കൂടുതൽ ഗ്ലാസും അലുമിനിയം ക്ലാഡിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഫസാഡ് ഫേസ് ഭാഗങ്ങൾ, എക്സ്റ്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഫസാഡ് എഞ്ചിനീയേഴ്സിന്റെ വർക്കാണ്. അതുപോലെ വലിയ വലിയ പ്രൊജക്റ്റുകൾ, വിഴിഞ്ഞം പോലുള്ള പ്രൊജക്റ്റുകൾ, അതുപോലെ കൊച്ചിയിലുള്ള പല പ്രൊജക്റ്റുകൾ, ഇതൊക്കെ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ വലിയ ഭാഗങ്ങളായിട്ട് വരുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികൾക്കൊന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന്, ഫസാഡ് പ്രൊഫഷണൽസിന് കിട്ടുന്നില്ല. ഷോർട്ടേജ് ഓഫ് ട്രെയിനഡ് ഫസാഡ് പ്രൊഫഷണൽസ്, എക്സ്പീരിയൻസ് ഉള്ള. കാരണം ഒരു സാധാരണ സിവിൽ കഴിഞ്ഞ ഒരു ബിടെക് കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനെ ഈ ഫസാഡ് എഞ്ചിനീയർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇത് അണ്ടർസ്റ്റാൻഡ് ആവാൻ കുറച്ച് പണി ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫസാഡ് എഞ്ചിനീയേഴ്സിന്റെ വലിയ സ്കോപ്പ് വരുന്നത്. അതെന്താന്ന് വെച്ചാൽ കമ്പനീസ് പ്രിഫർ ജോബ് റെഡി കാൻഡിഡേറ്റ്സ്. അതായത് കമ്പനീസിന് പുതിയൊരു
കാൻഡിഡേറ്റ്സിന് എടുത്ത് അവരെ ട്രെയിൻ ചെയ്യലൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. കാരണം ഒരാളെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ വേണം. അപ്പോൾ ഇത് ഓൾറെഡി ഷോർട്ടേജ് ഉള്ള ഈ മേഖലയിൽ അവരെന്ത് ചെയ്യണില്ല, ഫ്രഷേഴ്സിന് അധികം ഹയർ ചെയ്യണില്ല. ഹൈ ഗ്രോത്ത് ആൻഡ് ലോങ് ടേം കരിയർ സ്റ്റെബിലിറ്റി. പിന്നെ അടുത്ത ഈ ഫസാഡ് എഞ്ചിനീയറിന്റെ ഏറ്റവും വലിയ പ്രധാനമാണ് ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ഗ്രോത്ത് ആണ്. അതായത് ഓരോ വർഷവും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാലറി ഹൈക്കും അതുപോലെ നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ഡിമാൻഡ് ഉണ്ടാവും. ഒരു കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമ്പനി നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാലറി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഷോർട്ടേജ് ഓഫ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ കമ്പനീസിന് എപ്പോഴും വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ്. അപ്പോൾ ഏതൊക്കെ ആളുകൾക്ക് ഇനി ഫസാഡ് എഞ്ചിനീയർ ആവാന്നുള്ള ഒരു മിനിമം ഒരു യോഗ്യത, വലിയൊരു ഭയങ്കര ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട മേഖലയല്ല ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള ചില ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ കൂടുതൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളെ എന്ത് ചെയ്യണത് ഈ വലിയൊരു രീതിയിൽ ഫസാഡ് എഞ്ചിനീയർ ആക്കി വലിയ സാലറിയും വലിയ ഹൈക്കും പ്രൊഫഷണൽ കരിയറിലൊക്കെ വലിയ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പം ബേസിക് ആയിട്ട് വേണ്ടത് ഒന്നെങ്കിൽ ആർക്കിടെക്ചറൽ കഴിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ 3 ട്രേഡിലും കഴിഞ്ഞവർ ഒന്നെങ്കിൽ ഡിപ്ലോമയോ ITIയോ അതല്ലെങ്കിൽ BTechോ ഏതായാലും മതി. ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിഗ്രി ഇതിന് വേണം. രണ്ടാമത്തതൊരു ചെറിയൊരു നമുക്കൊരു സ്കില്ല് വേണം. അതായത് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ല് തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റണ ഡ്രോയിങ് അണ്ടർസ്റ്റാൻഡിങ്, ഡ്രോയിങ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ടെക്നിക്കൽ തിങ്കിങ്, കോർഡിനേഷൻ മൈൻഡ് സെറ്റ്, ഇൻട്രസ്റ്റ് ഇൻ ബിൽഡിങ് ആൻഡ് ഇതൊക്കെ നമുക്കൊക്കെ ഡെവലപ്പ് ചെയ്താൽ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സ്കില്ലുകളും ഈ ഒരു ജോബിന് ആവശ്യമാണെന്നുള്ളതാണ്. എന്നാൽ ബേസിക് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടായാൽ മതി. പിന്നെ അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫസാഡെക്സ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു സ്റ്റുഡൻറ്റിനെ അവരെ 1 ഇയർ കോഴ്സാണ് വരുന്നത്. അതിൽ 6 month ആണ് നമ്മൾ പ്രാക്ടിക്കൽ സ്കില്ലിൻ്റെ ക്ലാസ്. അത് ഇവിടെ നമ്മളെ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ ഓഫ്ലൈൻ ആയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ചില എന്തുകൊണ്ടാണ് നമ്മൾ ഫസാഡെക്സ് അക്കാഡമി മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാവണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ തന്നെ ഫസാഡ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് നമ്മളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫസാഡ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഫസാഡെക്സ് അക്കാഡമി. വേറൊരു യൂണിവേഴ്സിറ്റിയിലോ വേറൊരു കോളേജുകളിലോ വേറൊരു ട്രെയിനിങ് സെന്ററിലോ ഇതുപോലുള്ള ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ഇൻഡസ്ട്രിയിലുള്ള സിലബസ് വെച്ചിട്ട് പഠിപ്പിക്കുന്ന വേറൊരു സ്ഥാപനം ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ഫസാഡെക്സ് അക്കാഡമി മാത്രമാണ് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത്. ഇതിന് നമ്മളെ ഫാക്കൽറ്റീസൊക്കെ ഇതിലുള്ള ഫസാഡ് എഞ്ചിനീയറിംഗിൽ ഫസാഡെക്സ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ഒക്കെ 10 year പ്ലസ് ഈ ഒരു മേഖലയിൽ 10 വർഷത്തിലേറെ പരിചയമുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് നൽകുന്നത് റിയൽ പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ്. അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സൗദിയിലും ദുബായിലും ഖത്തറിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി കമ്പനിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ ധാരാളം പ്രൊജക്ട്, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന പ്രൈം റിസോർട്ട് പ്രൊജക്റ്റൊക്കെ അതിനൊരു ഉദാഹരണമാണ്. ഇതുപോലുള്ള പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ സ്റ്റുഡൻസിനെ അവരുടെ സിലബസ് പഠിപ്പിക്കുന്നത്. ഇൻഡസ്ട്രി വർക്ക് ഫ്ലോ അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു കമ്പനിയിൽ പോയാൽ എങ്ങനെ വർക്ക് ചെയ്യണം, ഗ്രൂപ്പായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം, ഒരു പ്രൊജക്റ്റിൽ എങ്ങനെ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്ക് അവർക്ക് ഒരു എക്സ്ട്രാ സ്റ്റേയ്പെൻഡ് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അവരെ ഹവർലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ സ്റ്റേയ്പെൻഡ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ പഠിക്കൽ മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചെറിയ ഏണിങ്സ് നേടാനും ഉള്ള അവസരം നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ 6 month ഉള്ള ട്രെയിനിങ്ങിൽ. അപ്പോൾ ഇതിൽ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. നമ്മളിവിടെ പഠിച്ചു ഇറങ്ങണ ഒരു വർഷത്തെ 6 മാസം ഇന്റേൺഷിപ്പും 6 മാസം പ്രാക്ടിക്കൽ ഇതും കഴിഞ്ഞിറങ്ങണ എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ്. നമ്മൾ പ്ലേസ്മെന്റ് സപ്പോർട്ട് അല്ല കൊടുക്കുന്നത്, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മളെ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആണ്. ഇവര് 13 പേരുണ്ട്. 13 പേരും നിലവിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 13 പേരും എന്തായിട്ടുണ്ട്, നല്ല നല്ല കമ്പനികളിൽ അത്യാവശ്യം നല്ല സാലറി തന്നെ ഇവരൊക്കെ പ്ലേസ് ആയിട്ടുണ്ട്. ഇവർ ഇന്റേൺഷിപ്പിന് വേണ്ടി പോയാലാണ് പലരും. പക്ഷെ ആ ഇന്റേൺഷിപ്പിൽ തന്നെ അവരെന്ത് ചെയ്തു,
കമ്പനികൾ അവരെ സ്ഥിരം ആയിട്ട് അവിടെ സ്റ്റാഫായിട്ട് നിയമിച്ചു, ഫസാഡ് എഞ്ചിനീയർ ആയിട്ട്. പലരും ചില ആളുകൾ കൊച്ചിയിലുണ്ട് വർക്ക് ചെയ്യുന്നത്, ചില ആളുകൾ മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ കോഴിക്കോട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നവരുണ്ട്, ചില ആളുകൾ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ട് ഗൾഫിലേക്ക് പോകാൻ വിസ കിട്ടി റെഡി ആയിട്ട് ടിക്കറ്റ് എടുത്തുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നിലവിൽ കേരളത്തിൽ 30ഓളം കമ്പനികളായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ട്. പ്ലസ് ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് 50ഓളം കമ്പനികളിലായിട്ട് ദുബായ്, ഖത്തർ, UAE, സൗദി എന്നീ രാജ്യങ്ങളിൽ 50ഓളം കമ്പനികളായിട്ട് നമുക്ക് ഓൾറെഡി ഡയറക്റ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർ വേക്കൻസി വരുമ്പോൾ ആദ്യം കേരളത്തിൽ നിന്നുള്ളത് നമ്മളെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നവരായാലും നമ്മളെ സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് പിന്നീട് വേക്കൻസീസ് വരുമ്പോൾ അവരെ നമ്മൾ പരിഗണിക്കും. അവർക്ക് ഇന്റർവ്യൂവിനുള്ള സപ്പോർട്ട് കൊടുക്കും. അവർക്ക് ഗൾഫിലേക്ക് പോകാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളെ സ്റ്റുഡൻസിന് അത്രയും ട്രസ്റ്റാണ് നമുക്ക് കമ്പനികൾക്കൊക്കെ. കാരണം നമ്മളെ സിലബസും നമ്മളെ പ്രാക്ടിക്കൽ നോളജൊക്കെ അത്രയും ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഈ കമ്പനികൾക്കൊക്കെ നമ്മൾ ട്രസ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് 6 മന്ത് ട്രെയിനിങ് പ്ലസ് 6 മന്ത് ഇന്റേൺഷിപ്പ് എന്നാണ്. ഈ 6 മന്ത് ആദ്യത്തെ 6 മന്ത് ട്രെയിനിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ 4 സോഫ്റ്റ്വെയറുകളാണ് മെയിനായിട്ട് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിൽ ഓട്ടോകാഡ്, ഇതൊക്കെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. നമ്മളിവിടെ ആ ഒരു സോഫ്റ്റ്വെയറുകളെ ഫസാഡ് എഞ്ചിനീയറിംഗിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഓട്ടോകാഡൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോകാഡ് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകളായിരിക്കും. റിവിറ്റ് ഇതിലൊക്കെ ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവും. പക്ഷെ അത് സാധാരണ ഓട്ടോകാഡ് ആർക്കിടെക്ചറൽ ആയിട്ടോ അല്ലെങ്കിൽ സിവിലിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോകാഡ് വർക്കുകളായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ നമ്മൾ ഫസാഡ് എഞ്ചിനീയറിംഗിൽ എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 90% നമ്മൾ ഫസാഡ് വർക്കുകളും നിൽക്കുന്നത് ഓട്ടോകാഡിലാണ്. ബാക്കിയുള്ളത് പിന്നെ റിവിറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ നാവിസ് വർക്ക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സ്ക്രീൻഷോട്ട് കണ്ടില്ല, ഒരു 3D ഇമേജ്, അത് നാവിസ് വർക്കിന്റെ ഇതാണ്. അതുപോലെ ഇൻവെന്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, ഈ 4 സോഫ്റ്റ്വെയറാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പിന്നെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ബാച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ആദ്യത്തെ ഓരോ ബാച്ചിലും നമ്മൾ എല്ലാ മാസവും ഓരോ ചെറിയ ചെറിയ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്. അതായത് ലിമിറ്റഡ് സീറ്റേ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഒരു 5 ആള് അല്ലെങ്കിൽ 6 ആളുള്ള ബാച്ചുകളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ആളുകളെ വെച്ചിട്ട് കുറേ വലിയ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല അത്. നമ്മൾ 6 ആളോ 5 6 ആളുകളെ ബാച്ചായിട്ട് അവരെ നമ്മൾ കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്ത് മെന്റർ ചെയ്ത് അവരെ കറക്റ്റായിട്ട് അവർക്ക് ഉള്ള പ്രൊജക്റ്റ് ഒക്കെ കൊടുത്ത് അവരെ കറക്റ്റ് ഒരു ടീമായിട്ട് നമ്മൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ഒരു ലെക്ചറിങ് അല്ല ഇവിടെ മെയിനായിട്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളും എങ്ങനെ ചെയ്യാം. കൂടുതൽ ടൈമും ഇവിടെ 90% പ്രാക്ടിക്കൽ ആയിട്ടുള്ള വർക്കുകളാണ്. 10% നമ്മൾ ക്ലാസ് ഉണ്ടാവുള്ളൂ, തിയറി ക്ലാസ് ഉള്ളൂ. 90% നമ്മൾ പ്രാക്ടിക്കലാണ്. അപ്പോൾ 2 ബാച്ചുകളാണ് ഡെയിലി ഉള്ളത്. ഒന്ന് മോർണിംഗ് ബാച്ച് 9 മണി മുതൽ 1 മണി വരെയാണ്. അതുപോലെ ആഫ്റ്റർനൂൺ ബാച്ച് ഉണ്ട് 1:30 മുതൽ 5:30 വരെ. ഇങ്ങനെ 2 ബാച്ചുകളായിട്ട് 4 ഹവറാണ് ഓരോ ബാച്ചിനും ഉണ്ടാവല്. ഇതാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കോഴ്സ് സ്ട്രക്ചർ. ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇതൊന്ന് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞോളൂ. അടുത്തത് നമ്മളെ കോഴ്സ് ഫീ. അപ്പം എല്ലാവർക്കും ഉണ്ട് സംശയിക്കാറ് എത്രയാണ് കോഴ്സ് ഫീ എന്നുള്ളത്. കോഴ്സ് ഫീ നമ്മൾ ടോട്ടൽ 6 മന്തിന് പ്രോഗ്രാമിന്റെ കോഴ്സ് ഫീ 95,000 ആണ്. 95,000 എന്ന് പറയുമ്പോൾ അത് 6 മാസത്തിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, ഈസി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് EMI പോലെ നിങ്ങൾ അടച്ചു തീർത്താൽ മതി. ഒരുമിച്ച് എല്ലാം കൂടി അടക്കണം എന്ന് നിർബന്ധമില്ല. അത് എന്ത് ചെയ്യാം, 6 മാസം പാർഷ്യലി ആയിട്ട് അടച്ചു തീർത്താൽ മതി. അതുപോലെ പിന്നെ ഇപ്പോൾ ഒരു ഓഫർ ഉള്ളത് എന്താന്ന് വെച്ചാൽ 10,000 ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തിട്ട് ഇതിൽ കുറിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ 10,000 രൂപ നമ്മൾ ഓഫർ കൊടുക്കണം. അപ്പോൾ 85,000 ആണ് ഈ വെബിനാറിൽ പങ്കെടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കുള്ളത്. അതിന് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് 5,000 ആണ്. ആ 5,000 എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ്. ആ 5,000 കീച്ചിട്ടുള്ള ബാക്കി ഫീസ് നിങ്ങൾ ബാക്കി അടച്ചാൽ മതി. അപ്പോൾ അടുത്ത കോഴ്സ് വരുന്നത് നമ്മൾ ജൂൺ 1-ാം തീയതിയാണ്. ജൂൺ 1-ാം തീയതിയാണ് നമ്മളെ നെക്സ്റ്റ് ബാച്ച്. എല്ലാ മാസവും നമ്മൾ ഓരോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും, 5 6 ഉള്ള സ്റ്റുഡൻസ് ഉള്ള. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാച്ചിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ജൂണോ അല്ലെങ്കിൽ ജൂലൈയോ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞിട്ട് ഇപ്പം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5,000 രൂപ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളെ സീറ്റ് അവിടെ ബുക്ക് ചെയ്തിടും. ബാക്കി ഫീസൊക്കെ നിങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി. ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഈ 2 നമ്പറിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്താൽ മതി, ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരും. അഡ്മിഷൻ വേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ അയച്ചു തരും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക്, നമുക്കിപ്പോൾ ഏകദേശം ഇപ്പം തന്നെ അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. അവർക്ക് നമ്മൾ റീപ്ലൈ തരുന്നു. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഹലോ സർ. യെസ്, ഗീതു ഉണ്ണികൃഷ്ണൻ. ഓക്കെ, പറഞ്ഞോളൂ. ഞാനൊരു MBA ക്വാളിഫൈഡ് പേഴ്സൺ ആണ്. ബട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഫസാഡ് പഠിക്കാൻ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സോ അങ്ങനെയാണ് ഇതിൽ ഈ ഫീൽഡിനെ കുറിച്ച് അറിയാം. അപ്പൊ എനിക്ക് ഫസാഡില് പക്ഷെ ഞാൻ ഓട്ടോകാഡ് പഠിച്ചു. പക്ഷെ എനിക്ക് ഇന്റർവ്യൂ ഒന്നും കയറാൻ പറ്റിയില്ല. കാരണം ബേസ് ഡിപ്ലോമ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമോ എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ഇതിലൊന്നും എക്സ്പീരിയൻസ് ഉണ്ടാക്കിയാൽ മതി, പിന്നെ കയറി അതൊരു പോയിന്റ് ആണ്. അതായത് ഇതിന് ബേസിക് കമ്പനികൾ ആവശ്യപ്പെടുന്നത് സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഒക്കെ അല്ലെങ്കിൽ ആർക്കിടെക്ചർ കഴിഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷെ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് കമ്പനികൾക്ക് നിങ്ങളെ എക്സ്പീരിയൻസും നിങ്ങളെ സ്കില്ലൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ക്വാളിഫിക്കേഷൻ കേൾക്കുന്നില്ലേ? നിങ്ങളെ ക്വാളിഫിക്കേഷൻ അതിൽ എന്താ വിഷയമല്ല. പക്ഷെ നമ്മൾ ഇതിൽ സിവിൽ ആർക്കിടെക്ചറൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലായിട്ട് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരം ചോദിക്കണമെന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ട് ഇതിൽ ചേർന്നാൽ എനിക്ക് സ്കില്ല് അതല്ലെങ്കിൽ എനിക്ക് പറ്റുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും MBA ഒരു വിഷയമല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഞങ്ങളിവിടെ 6 മന്ത് കോഴ്സും പ്ലസ് 6 മന്ത് ഇന്റേൺഷിപ്പ്. അപ്പോൾ 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, 1 ഇയർ എക്സ്പീരിയൻസ് ആവും. അത് നിങ്ങൾക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് നിങ്ങൾക്ക് മറ്റു കമ്പനികളിൽ ചേരാൻ. ഇപ്പം നിങ്ങളെ ഓട്ടോകാഡ് മാത്രം ആവുമ്പോൾ അവർ നിങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ സ്കില്ലിൽ അവർക്ക് നിങ്ങളെ കോൺഫിഡൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ആണെന്ന് പറയുമ്പോൾ ഏത് കമ്പനികൾക്കും അത് കോൺഫിഡൻ്റ് ആവും. അത്രേ ഉള്ളൂ. ഡൗട്ട് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്തത് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും? എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് പ്രസന്റേഷൻ നടത്തിയിൽ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞോളൂ. സാറേ, ഈ ലേഡീസിന് എത്രത്തോളം സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ് ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്? ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ലേഡീസിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ജോലിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെന്നെങ്കിൽ പോലും അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒന്നാമത്തെ കാര്യം ഇത് ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ 100% ഓഫീസ് ഓറിയന്റഡ് ജോബാണ്. ഒരു സൈറ്റിലേക്കോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേറൊരു പുറത്തേക്ക് പോകുന്ന അങ്ങനെയുള്ള ഒരു ജോലിയല്ല. 100% ഓഫീസിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ഫസാഡ് എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെ ധാരാളം സ്ത്രീകൾ ഇപ്പോൾ ഗേൾസ് ഫസാഡ് എഞ്ചിനീയറിംഗിലേക്ക് വരുന്നുണ്ട്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ദുബായിലൊക്കെ വലിയ വലിയ കമ്പനികളിലൊക്കെ വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ നല്ല സാലറിയിൽ ലേഡീസ് ഗേൾസ് ഫസാഡ് എഞ്ചിനീയർമാരായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മറ്റ് മേഖലയിനെക്കാട്ടി ഒന്നും കൂടി ബെസ്റ്റാണ് ഫസാഡ് എഞ്ചിനീയറിംഗ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു മേഖലയിൽ ഇപ്പോൾ സിവിൽ അതല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ അതല്ലെങ്കിൽ മറ്റ് സൂപ്പർവൈസർ അങ്ങനെയുള്ള ജോലിനെക്കാട്ടൊക്കെ കുറച്ചും കൂടി ബെസ്റ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനും പറ്റും. കുറച്ചും കൂടി എൻ്റെ ഒക്കെ അറിവിൽ കുറേ ലേഡീസ് ഈ ഒരു മേഖലയിലുണ്ട്. അവർക്കൊക്കെ നല്ല നല്ല സാലറി അവർക്ക് വാങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടോ നമ്മുടെ കേരളത്തില്?
കേരളത്തിൽ കൊച്ചിയിൽ ഏകദേശം 30ഓളം സ്ഥാപനങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അതിൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളും യൂറോപ്പ്, അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളുടെ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ സാലറി ഒക്കെ ഹൈ സാലറിയാണ്. പലരും US ഡോളറിലൊക്കെയാണ് അതിലുള്ള ആളുകളൊക്കെ സാലറി വാങ്ങുന്നത്. എൻ്റെ അറിവിൽ തന്നെ ഇഷ്ടംപോലെ ലേഡീസും ജെൻസും ഒക്കെ ഈ നല്ല സാലറി വാങ്ങുന്ന യൂറോപ്യൻ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ യൂറോപ്പ് അതല്ലെങ്കിൽ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിലെ സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല ജോലിയാണ് ഫസാഡ് എഞ്ചിനീയറിംഗ്. ഞാൻ എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടായിരുന്നു, എന്തായാലും നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വേറെ ആരെങ്കിലും ചോദ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ വേറെ ചോദ്യങ്ങൾ? അങ്ങനെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നീട്ടിക്കൊണ്ട് പോകണില്ല. അതല്ല ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഈ വെബിനാറിൽ പങ്കെടുത്തതും നമ്മളെ ഫസാഡ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അറിയാനുള്ള നിങ്ങളെ ആഗ്രഹത്തിന് നമ്മൾ നന്ദി പറയുന്നു. നമ്മൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പർ ഉണ്ട്, ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്.